ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ താഴ്ചവയിൽ പുതുതായിട്ട് തുറന്ന ഷോപ്പിക്സിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കുറച്ച് സ്റ്റേഷനറി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് ഗ്ലൂവും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇന്ന് ഷോപ്പിക്സിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോപ്പിക്സിന് അടുത്ത് എത്തിയിട്ടുണ്ട്. തന്നെ ഇവിടെ മീറ്റോ സ്പെഷ്യലാണ് കയറുന്നത്. ഇവരിപ്പോൾ കാടയ്ക്ക് 38 രൂപ എന്നുണ്ട്. അതിനേക്കാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കയറിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാട 38 രൂപയ്ക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കാട വാങ്ങിച്ചിട്ട് തന്നെ വേഗം തന്നെ ഞങ്ങൾ ഷോപ്പിക്സിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്റ്റേഷനറി സെക്ഷൻ നോക്കാൻ വേണ്ടി ഞാൻ കുറേ ഓടി നടന്നിട്ടാണ് എനിക്ക് സ്റ്റേഷനറി സെക്ഷൻ കിട്ടിയത്. അപ്പോൾ ഞാൻ കയറിയ വഴി തന്നെ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് എടുത്തു കേട്ടോ. ഇതിൻ്റെ അകത്തായിട്ട് ഷോപ്പിക്സ് പിന്നെ ഷോപ്പിങ്ങിനെ കുറിച്ചായിട്ട് കുറേ കോട്ട്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. കോട്ട്സ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ യെസ് എന്നും പറഞ്ഞിട്ട് ഷോപ്പിക്സിനെ കുറിച്ച് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് നോക്കിയിട്ട് എവിടെയും എനിക്ക് സ്റ്റേഷനറി സെക്ഷൻ കണ്ടില്ല. ഞാനാണെങ്കിൽ ഈ ട്രോളി എടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുവാണ്. എവിടെ നോക്കിയിട്ട് എനിക്ക് സ്റ്റേഷനറി സെക്ഷൻ കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ മേൽഭാഗത്ത് ഇങ്ങനെ സ്റ്റേഷനറി എവിടെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് എനിക്ക് സ്റ്റേഷനറി എവിടെയെന്ന് കണ്ടത്. പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇങ്ങനത്തെ ഒരു റേസർ കണ്ടു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വേറെ കളേഴ്സിലുണ്ട്. 2 കളേഴ്സിൽ അപ്സരയുടെ ഡുവൽ ഇറേസേഴ്സ് ഉണ്ടായിരുന്നു. കുറേ ഷേപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഇറേസേഴ്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മെയിൻലി ആയിട്ട് വേണ്ടത് ഒരു ഗ്ലൂ സ്റ്റിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ഇവിടെ ഗ്ലൂ സ്റ്റിക്ക് ഞാൻ എപ്പോഴും വാങ്ങിക്കാറുണ്ടായിരുന്നത് ഫേബർ കാസ്റ്റലിൻ്റെ ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് ഫേബർ കാസ്റ്റലിൻ്റെ കണ്ടില്ല. അപ്പോൾ ഞാൻ ഫെവിസ്റ്റിക്കിൻ്റെ തന്നെ വാങ്ങിച്ചു കേട്ടോ. പക്ഷേ ഇതെന്താണെന്നറിയത്തില്ല, എനിക്ക് അവിടെ ചെറുത് കണ്ടുകൊണ്ട് എനിക്ക് ആ ചെറുത് ഭയങ്കര രസമായിട്ട് തോന്നി. നല്ലൊരു രസം ഉണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ ഞാൻ ആ ചെറുതായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഒരു പ്രത്യേക ടൈപ്പ് ഒരു പുതിയൊരെണ്ണം വന്നിട്ടുണ്ട്. പുതിയൊരു ടൈപ്പ് ഫെവിസ്റ്റിക്ക് വന്നിട്ടുണ്ട്. ഫെവിസ്റ്റിക്ക് സൂപ്പറല്ല പവർന്നും പറഞ്ഞുകൊണ്ട് അത് ഇങ്ങനെ നമുക്ക് സൂപ്പർ ഗ്ലൂ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ. നമുക്ക് പേപ്പറിലല്ല, നമുക്ക് ബാക്കിയുള്ളതിലൊക്കെ നോക്കാൻ. പിന്നെ എനിക്ക് ഇവിടെ ലൈറ്റ് ഗ്രീൻ കളറ് പെയിൻറ്റ് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്കിവിടെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാനിവിടെ കണ്ടത് ഡാർക്ക് ഗ്രീൻ കളേഴ്സാണ്. ഞാൻ കുറേ നോക്കി, പക്ഷെ എവിടെയും കണ്ടില്ല. ഈ ഷോപ്പിക്സിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ആണുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾ ഫസ്റ്റ് ഫ്ലോർ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് ഇലക്ട്രോണിക് ഐറ്റംസാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ലൈക്ക് ഇങ്ങനെ സ്റ്റവ്, പിന്നെ ഇൻഡക്ഷൻ കുക്കർ, ടോർച്ച്, ട്രിമ്മർ, ഇങ്ങനത്തെ ചെറിയ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഇലക്ട്രിക്കൽ ഹാൻഡ് മിക്സറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറച്ച് പൂജ ഐറ്റംസ് ഞാനിവിടെ കണ്ടു. എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് സ്റ്റഫ് ടോയ്സ് കണ്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റഫ് ടോയ്സ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കാൻ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു തലേണ കണ്ടു കേട്ടോ. പിന്നെ കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുറേ ഡെക്കോറുകൾ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ സാധനം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്താണെന്നറിയത്തില്ല, അതൊരു രസമില്ലായിരുന്നു കാണാൻ. പിന്നെ ഈ ബുർജ് ഖലീഫയും പിന്നെ ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ ഷോപ്പിക്സിൽ വരുവാണെങ്കിൽ എന്തായാലും ഇത് വാങ്ങിക്കണം. പിന്നെ കുറേ ഇങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനെ വെയ്സുകളും, പിന്നെ ക്രിസ്മസ് ആണല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറേ ബോക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടായൊക്കെ ആണല്ലോ നമ്മുടെ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനത്തെ അതെല്ലാം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആണ് നമ്മൾ ഈ സാധനം അവിടെ അങ്ങനെ കുറേ ബോക്സുകളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ മിറർ ഉണ്ടായിരുന്നു. ഒരു സെക്ഷൻ ഫുള്ളി മിററുകളായിരുന്നു. പിന്നെ ഇഷ്ടം പോലെ ബക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇരിക്കുന്ന ഒരു ഓർഗനൈസർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഗ്ലാസ്സുകളും മഗ്ഗുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടു. പിന്നെ ഇതിങ്ങനെ വലിക്കുന്ന ടൈപ്പ് ഒരു ഷെൽഫാണിത്. നമുക്കിങ്ങനെ വലിച്ചാൽ തുറക്കുന്ന ടൈപ്പ് ഷെൽഫുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഈ ഒരു സാധനം ഇതെങ്ങനെയാണ് തുറക്കുന്നത് എന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല ഗൈസ്. പിന്നെ ഈ ഒരു കുഞ്ഞു സാധനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം എൻ്റെ അടുത്തുള്ളത് അത് ഇതേപോലെ ഇങ്ങനെ തുറക്കുന്നതാണ്. അത് നല്ല രസമുണ്ടായിരുന്നത്. നമുക്ക് അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും. പിന്നെ ഇതിനകത്ത് ഇങ്ങനെ ട്രോളി പോലെ ഇങ്ങനെ നമുക്ക് വലിക്കാൻ വേണ്ടിയുള്ള വീലുകളുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വലിക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ
കുറേ പോട്ട് നോൺ സ്റ്റിക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ വെജിറ്റബിൾ റാക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ക്രോക്കറി സെക്ഷനാണ്. എനിക്ക് ക്രോക്കറി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ വുഡിൻ്റെ പോലത്തെ ഫിനിഷ് ഉള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ കുറേ നേരം ഞാൻ നോക്കിയിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത വർഷം വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ കുറേ ബോട്ടിലുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിൽ അടുത്ത വർഷം വാങ്ങിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ ടോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുമക്കൾക്കല്ലേ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ ടോയ്സുകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ യോഗ മാറ്റ്. പിന്നെ ഞാൻ ഇവിടെയായിരുന്നു ഡെക്കോറുകളൊക്കെ കണ്ടത്, അവിടെ തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ക്രിബ് സെറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ക്രിസ്മസ് ട്രീ, ഒരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നടക്കുന്നില്ലായിരുന്നു. ഇതിനകത്ത് ബാറ്ററി ഇല്ലായിരുന്നു ഗൈസ്. ഇതിനകത്ത് ബാറ്ററി ഇല്ല. പിന്നെ ഇതിനകത്ത് ഈ ക്രിബ് സെറ്റ് പ്രിൻ്റ് എടുത്ത് ഉള്ളതും പിന്നെ കുറേ സ്റ്റാറുകളും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും എല്ലാം. അത് ഗൈസ്, ഞാൻ ഇത്രയും നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നുകൊണ്ട് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം വന്നുകൊണ്ടാണ് കേട്ടോ. ഒന്നാമത് എനിക്ക് ജലദോഷമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിസ്മസ് ട്രീ കണ്ടു. ഇങ്ങനത്തെ ആ സൺഫ്ലവറൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ തിരിച്ച് താഴോട്ട് വന്നു. പിന്നെ ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ബില്ലിങ് ചെയ്തു. അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു ബൗളിയുടെ ഒരു മൂൺ ഫിൽസ് വാങ്ങിച്ചു. പിന്നെ ഇങ്ങനത്തെ ഒരു സ്കെയിലും പിന്നെ ഒരു പെന്നും പിന്നെ എൻ്റെ ആ ഗ്ലൂവും ആണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇങ്ങനത്തെ ഗ്ലൂ ഞാൻ എപ്പോഴും ജേർണലിങ്ങിന് അങ്ങനത്തെ ഗ്ലൂവേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ലിക്വിഡ് ഗ്ലൂ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ശരിക്കും ജേർണലിങ്ങിന്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് എൻ്റെ ഐറ്റംസ്. ഞാനത് വേറെ തന്നെ കൂടുതലാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ ബൗളി മൂൺ ഫിൽസ് ആണ് കേട്ടോ ഞാൻ തിന്നാൻ പോകുന്നത്. ഞാൻ ഏത് സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഞാൻ ആദ്യം വാങ്ങിക്കുന്ന ഒരു സാധനമായിരിക്കും ബൗളിയുടെ മൂൺ ഫിൽസ്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ആ ചോക്ലേറ്റ് റിച്ച് ഫ്ലേവർ. അപ്പോൾ ഇത് ശരിക്കും ബ്രെഡ് വെച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കഴിക്കുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.